ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അധ്യായം 420, തകർത്തെറിയുന്ന ബന്ധങ്ങൾ. തെളിവുകൾ നീട്ടി വാസുദേവന് ഒന്നും വ്യക്തമായിരുന്നില്ല. പൂർണ്ണമായും വിശ്വസിച്ചതുമില്ല. സിദ്ധാർത്ഥിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും അയാൾ അങ്ങ് തകർന്നു. അതുകൊണ്ട് തന്നെ അവൾ ആയത്തിൽ നെടുവീർപ്പിട്ടു. ശരി, ഞാൻ പറയാം, ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറയാം. ഒപ്പം അവൾ ദയനീയമായി തന്നെ കരയാൻ തുടങ്ങി. അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ആരും മുന്നോട്ട് വന്നില്ല. പകരം അവളെ വെറുപ്പോടുകൂടി പകയോടുകൂടി തന്നെ എല്ലാവരും അവളെ നോക്കി നിന്നു. അവൾ അവളുടെ സഹോദരിക്ക് വളരെയധികം അസൂയപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അവളുടെ അനിയത്തി അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തിരുന്നു. ആ രാത്രി സിദ്ധാർത്ഥ് നീലിമയോടൊപ്പം ചെലവഴിച്ചു. ആ രാത്രിയുടെ സംഭവങ്ങൾ നീ പറയാൻ പോകുന്നത്, രാത്രി എന്തെല്ലാം നടന്നത് എന്നൊക്കെ അഞ്ജലി ഓരോ വാക്കിലും ഓരോ അക്കമിട്ട് തന്നെ പറഞ്ഞു. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നീലിമയ്ക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതിൽ അവൾ സംശയിച്ച കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. നീലിമയെക്കാളും അവൾ ആദ്യം പ്രണയിച്ചിരുന്നു. തന്റെയും അഞ്ജലിയുടെയും ഭാഗ്യത്തിന് കഴിഞ്ഞതാണല്ലോ. നീലിമയാവട്ടെ വളരെ ശാന്തമായിരുന്നു. അവൾ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചതായി തോന്നി. അഞ്ജലി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ശ്ലോകം സൃഷ്ടിച്ചു. സത്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇവൾ ചെയ്ത കാര്യത്തിന് ശിക്ഷ കൊടുക്കണം. താൻ തരണോ എന്ന് സിദ്ധാർത്ഥ് ചോദിച്ചു. അഞ്ജലി ഒരു നിമിഷം അങ്ങ് ഷോക്കായി. അഞ്ജലി രണ്ടുപേരോടും കൈ കൂപ്പിയിട്ടുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ്, ശരിയല്ല. ഞാൻ ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നീയും സിദ്ധാർത്ഥും ഒരു സഹതാപവും ചെയ്തില്ല. എല്ലാം വാസുദേവന് വിട്ടുകൊടുത്തു. വാസുദേവൻ അഞ്ജലിയെ വിട്ടുകൊടുത്തു. അഞ്ജലിക്കത് മനസ്സിലായി. അഞ്ജലി ഒരു നിമിഷം അത് ആലോചിച്ചു. സിദ്ധാർത്ഥ് അവൾക്ക് പണിഷ്മെന്റ് കൊടുത്തു. 5 വർഷം കഴിയാതെ അവൾ ഇങ്ങോട്ടേക്ക് വരരുത്. നാട് കടത്തി വിടണം. നീലിമയെ നാട് കടത്തി വിട്ടതുപോലെ തന്നെ അവൾക്കും ആ ഒരു ശിക്ഷ കിട്ടണം. പക്ഷേ ക്യാഷിനൊന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം തല നിറയെ വക്രബുദ്ധിയാണല്ലോ. ഈ വിഷയത്തിൽ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ സിദ്ധാർത്ഥിനെയും നീലിമയെയും നോക്കി. സിദ്ധാർത്ഥിനെ നോട്ടം കണ്ട് ആദി പറയാനുള്ളതെല്ലാം തന്നെ മറന്നു. അഞ്ജലിയോടുള്ള പ്രണയം ആദിക്ക് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് അഞ്ജലി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ആദി അവളെ നോക്കി 2 വാക്ക് പറഞ്ഞ് മുകളിലേക്ക് പോയി. ഇത് നീ ചെയ്തത് ശരിയല്ല അഞ്ജലി എന്ന് ആദി പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ടായിരിക്കും ആദി മുകളിലേക്ക് പോകുന്നത്. ഇത് കണ്ടു നിൽക്കാൻ നീലിമയ്ക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം വിദേശത്തായപ്പോൾ അശ്വിനെ കൊണ്ട് തന്നെ ഒരുപാടധികം കഷ്ടപ്പെട്ടു. അപ്പോഴെല്ലാം അഞ്ജലിയോട് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള സമയമെല്ലാം തന്നെ വന്നിരിക്കുന്നു. നീ സിദ്ധാർത്ഥിനോട് പറഞ്ഞു പോകാം. സിദ്ധാർത്ഥ് എഴുന്നേറ്റു. അഞ്ജലി പോവാതെ അവിടെ നിന്നു. ചേച്ചി പോകാതെ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടു പോവാണോ? ഞാൻ നിങ്ങളുടെ അനിയത്തിയല്ലേ? നീലിമയെ പരിഹസിച്ചുകൊണ്ട് തന്നെ പുറകോട്ട് നോക്കാതെ മുന്നോട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിദ്ധാർത്ഥിനെ നോക്കി അവൾ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു. സിദ്ധാർത്ഥ് വീണ്ടും ഉള്ളിലേക്ക് തന്നെ വന്നു. വിദേശത്തേക്ക് പോകുന്നതുവരെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നീ ആയിരിക്കണം, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ സിദ്ധാർത്ഥിന് നന്ദി പറഞ്ഞു. 5 വർഷം താൻ അനുഭവിച്ച വേദന ആർക്കും തന്നെ അറിയില്ല. ഇപ്പോൾ എന്തോ ഒന്ന് ഒഴിഞ്ഞതുപോലെയുണ്ട്. താൻ സ്വതന്ത്രനായി നിൽക്കുന്നു എന്ന് നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് ആകെ ഒരു പരിഭ്രാന്തനായി. നീലിമ സിദ്ധാർത്ഥിനോട് നന്ദി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഒരു പരിഭ്രാന്തനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ശരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അവതരിപ്പിച്ചതോടുകൂടെ തന്നെ നീലിമ തന്റെ മനസ്സിലുള്ള സകല ഭാരങ്ങളും അങ്ങ് ഇറക്കി വെച്ചു. അന്ന് രാത്രി ആ ഒരു ബ്ലൂ മൗണ്ട് റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന ആ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് അശ്വിൻ എന്ന കുഞ്ഞുണ്ടായിരിക്കുന്നത്. അന്ന് ശരിക്കും സിദ്ധാർത്ഥും നീലിമയാണ് ആ രാത്രി ഒന്നിച്ചിരിക്കുന്നത്. ആ ഒരു സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. നീലിമയുടെ സ്വന്തം അച്ഛൻ വാസുദേവനും അതുപോലെ തന്നെ നീലിമയുടെ അനിയത്തി അഞ്ജലിയും എല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ സ്വന്തം രക്തത്തിലുണ്ടായ കുഞ്ഞാണ് അശ്വിൻ എന്ന സത്യം ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞു. അതോടുകൂടെ തന്നെ അന്നത്തെ ആ ഒരു രാത്രി അഞ്ജലി നീലിമയെ ചതിച്ചതാണ് എന്ന സത്യം പുറത്തു വരികയാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് വാസുദേവൻ അടക്കം ചേർന്നുകൊണ്ട് തന്നെ അഞ്ജലിക്ക് കഠിന ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട്. 5 വർഷത്തേക്ക് ആ ഒരു ഏകാന്തവാസം. സത്യം മനസ്സിലാക്കിയ വാസുദേവന് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവാണ്. കാരണം ഇത്രയും നാളും സ്വന്തം മകളെ, ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം മകളെയാണല്ലോ താൻ തള്ളിപ്പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വാസുദേവന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നും. നീലിമയ്ക്കാണെങ്കിൽ മനസ്സിൽ എന്തോ വലിയൊരു ഭാരം ഇറക്കി വെച്ചൊരു ഫീലായിരിക്കും. ഗർഭിണിയായ നീലിമ മാനസികമായി ആകെ തളർന്നിരുന്നു. പക്ഷേ ഇപ്പൊ എന്തോ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരിക്കും. സിദ്ധാർത്ഥ് കാരണം തനിക്ക് ഒരുപാടധികം സന്തോഷമാണ് ജീവിതത്തിലുടനീളം വരാൻ പോകുന്നത്. മാത്രവുമല്ല തനിക്ക് എന്തെങ്കിലും പറ്റിയ താങ്ങായിട്ടും തണലായിട്ടും സിദ്ധാർത്ഥ് കൂടെയുണ്ടെന്നല്ലോ എന്നൊരു ആശ്വാസമായിരിക്കട്ടെ നീലിമയ്ക്ക്. ഏതായാലും ഇനി
അടുത്ത എപ്പിസോഡ് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ തന്നെയായിരിക്കും. നാളെ ഇതേ സമയത്ത് തന്നെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. ഈ ഒരു എപ്പിസോഡിൽ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷോർട്ടാക്കി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ്, അതായത് നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് തന്നെ നാളെ ഇടാം. ഇനി അടുത്ത എപ്പിസോഡ് കുറച്ചും കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇടാട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.